കേരളത്തിൽ 10 മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി ഉമ്മൻചാണ്ടി. പക്ഷെ 10 മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി, ഉദ്ഘാടനമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടാണ് വിമാനം ഉദ്ഘാടനം ചെയ്തതായിട്ടെന്ന് ഞാനൊരു വെറുതെ പറയുന്ന കാര്യമല്ല. ഹെലികോപ്റ്റർ അല്ല, ചെറിയ എന്തോ സെസ്ന എന്നൊക്കെ പറയുന്ന ചെറിയൊരു വിമാനം, മിലിറ്ററി വിമാനം. കേരളത്തിന്റെ ഖജനാവ് ഞങ്ങൾ നിറയ്ക്കും, ഒറ്റ പൈസ ടാക്സ് ഈടാക്കാതെ കേരളത്തിന്റെ ഖജനാവ് നിറയ്ക്കാനുള്ള വഴി ഞങ്ങൾക്ക് അറിയാം എന്നാണ്. നിറയ്ക്കാനുള്ള പണി ഇപ്പോൾ കേരളത്തിന്റെ ഖജനാവ് മാത്രമല്ല, ഇവരുടെ ഒക്കെ ഖജനാവ് നിറയ്ക്കാനുള്ള പണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുക. ഇതിനുള്ള ഒരു പ്രീകർസർ, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ആയിരുന്നു ധവളപത്രം. അല്ലാതെ കണക്ക് നോക്കിയാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചും ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ ഏജൻസിയുടെ കണക്കനുസരിച്ചും കേരളം ഫിനാൻഷ്യലി പുറകോട്ടല്ല, ഇംപ്രൂവ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ജൂൺ മാസം 18-നോ 19-നോ 20-നോ മറ്റോ ഈ കേന്ദ്ര റിസർവ് ബാങ്ക് CAG ഇറക്കിയ ഡിക്കേഡൽ 10 വർഷക്കാലത്തെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയുള്ള റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങൾ മാത്രമാണ് അവരുടെ റവന്യൂ വരുമാനത്തിന്റെ 60%-ലധികം നികുതി കൂടി ഉണ്ടാക്കുന്നത്. അതിനകത്ത് 4-ാം സ്ഥാനം കേരളത്തിനാണ്. ആകെയുള്ള വരുമാനത്തിന്റെ 60%-ലധികം, ആകെ നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 60%-ലധികം സ്വന്തമായ നികുതി കൂടെ കണ്ടെത്തുന്ന സംസ്ഥാനമായിട്ട് കേരളം ഉണ്ടെന്ന് CAG റിപ്പോർട്ടാണ്. കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിഷയം കേരളത്തിന്റെ ഇപ്പോഴത്തെ ബഡ്ജറ്റും ഭാവി കേരളവും എന്നാണെങ്കിലും പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം അവരുടെ സമീപനം ബഡ്ജറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അവർ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെന്റിനെ പറ്റി വിലയിരുത്തുന്നതിന് ഒരു ധവളപത്രം കൂടി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ധവളപത്രം കൂടി ചേർത്തുകൊണ്ട് ബഡ്ജറ്റും ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടും എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ കരുതുന്നത്. 10 വർഷം അധികാരത്തിൽ നിന്ന ഗവൺമെന്റിനെ പറ്റി നിരന്തരമായി UDF നേതൃത്വം എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം കടക്കണിയും മുങ്ങിയിരിക്കുകയാണ്, കടമാണ്, ആകെ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, ഒരു രക്ഷയില്ല എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഫലത്തിൽ ഏതെങ്കിലും മേഖലയിൽ വ്യാപകമായ സാമ്പത്തിക ദുരിതത്തിൻ്റെതായ അനുഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അങ്ങനെ പണം കിട്ടാനില്ല. സർക്കാർ ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, സാമൂഹ്യക്ഷേമ പെൻഷന്, കൃഷിക്കാർക്ക്, പൊതുവികസന കാര്യങ്ങൾക്ക്, സാമൂഹ്യക്ഷേമവും കരുതലും അതുപോലെ വികസന കാര്യങ്ങളുമാണല്ലോ എപ്പോഴും ഗവൺമെൻറ് ചുമതല. വികസന കാര്യത്തിന് മംഗലാപുരത്ത് മുതൽ അങ്ങ് പാറശാല വരെ പോയാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വികസനങ്ങളെ പറ്റിയും ഞാൻ പറയണ്ട, നല്ലതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്നും ഒരു കാര്യം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചെറിയ ഒരു ബാധ്യതയുണ്ട്, ഒരു ബാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് സർക്കാർ ജീവനക്കാർക്കും സർക്കാർ പെൻഷൻകാർക്കും കൊടുക്കാനുള്ള DAയും DRന്റെയും കുടിശ്ശികയാണ്. അതൊരു കാലത്തും പറയാതിരുന്നിട്ടില്ല, എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കൊടുക്കും. അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ശമ്പള പരിഷ്കരണത്തിനൊപ്പമാണ് ഏകദേശം 30,000-ഓളം കോടി രൂപ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൊടുക്കേണ്ടി വന്നത്. ഞാൻ പറഞ്ഞത് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നതല്ല, ഞങ്ങൾ ചുമതല ഏറ്റെടുത്ത സമയത്ത്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്തെ ബാധ്യത തൊട്ടടുത്ത് PF ചേർക്കുകയും പിന്നെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പതിവ് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമല്ലാതെ ഒരു കുടിശ്ശികയും ഇല്ല എന്ന് ആവർത്തിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ധനകാര്യമന്ത്രി എന്ന രീതിയിൽ പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ധവളപത്രം വന്നു. ധവളപത്രത്തിനകത്ത് ഇവർ നേരത്തെ പറഞ്ഞിരുന്നതെന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ധവളപത്രത്തിൽ വന്നത്. കുറച്ചുകൂടി ഗവൺമെൻറ്റിന് LDF ഗവൺമെൻറ്റിന് പോസിറ്റീവായ കാര്യങ്ങളാണ്. ഞാൻ എല്ലാ കാര്യവും എടുത്തു പറയുന്നില്ല. ധവളപത്രം തയ്യാറാക്കിയത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ. അദ്ദേഹം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ ആഗോളവൽക്കരണ നയങ്ങളോടൊക്കെ ചേർന്നാണ്. പക്ഷേ ഉദ്യോഗസ്ഥൻ നിലയിൽ വളരെ സീനിയറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 2 മറ്റ് സാമ്പത്തിക രംഗത്തെ ആളുകളുണ്ടായിരുന്നു. ഇവർ കൊണ്ടുവന്ന ധവളപത്രത്തിൽ ആദ്യം തന്നെ പറഞ്ഞത് കേരളത്തിൻ്റെ കടത്തെ പറ്റിയാണ്. നേരത്തെ എന്തായിരുന്നു VD സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, UDF പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, ചില സാമ്പത്തിക പണ്ഡിതരും പ്രസംഗിച്ചുകൊണ്ടിരുന്നത് 6 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടമെന്ന്. ഇവരുടെ റിപ്പോർട്ട് വന്നപ്പം അത് 5,07,000 കോടിയാണ്. ഒന്ന് കുറഞ്ഞെന്നല്ല, 1,00,000 കോടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 5,07,000 എന്നാണ് അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ 5,07,000 അധികമാണ്. കാരണം കഴിഞ്ഞ വർഷം ജനുവരിയിൽ പഴയ ഗവൺമെൻറ്റിന് വേണ്ടി ഞാൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന ബോറോയും കൂടി ചേർത്താണ് 5,07,000. സത്യത്തിൽ
AGയുടെ പ്രാഥമിക കണക്കനുസരിച്ച് നമുക്ക് 4,80,000 താഴെയുള്ളൂ കടം. അപ്പം കടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ സ്ഥിതി ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? ഞാനിത് പറയുമ്പോൾ എനിക്ക് ഈ കടമാണെന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്നലെ ഞാൻ ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മുൻ DMO, ഇപ്പോഴും ആരോഗ്യവകുപ്പിൽ തന്നെയാണ്, അല്ല നിങ്ങൾ ഈ പറയുന്നല്ലോ, നിങ്ങൾ ആ ഗവൺമെൻറ്റും പറയുന്നു ഇവരും പറയുന്നു, യഥാർത്ഥത്തിൽ കേരളം കടം കയറി കുഴപ്പത്തിലാണോ? എന്താ അതിൻ്റെ വസ്തുത? നിങ്ങൾ ഇതേ വെച്ച് പറ, അസംബ്ലി പറയുന്ന പോലെ സത്യസന്ധമായി പറ എന്നോ. അപ്പോൾ ഒരു DMO ആയിട്ട് ഇപ്പം സംസ്ഥാനത്തെ വേണമെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ ആവാൻ അത്ര സീനിയറായ ഒരാളുടെ മനസ്സിൽ പോലും ഇരിക്കുന്നൊരു ധാരണയാണ്. അപ്പോൾ പിന്നെ സാധാരണ ആളുകളുടെ മനസ്സെന്തായിരിക്കും? അപ്പോൾ ഈ കണക്കൊന്നും ആരും നോക്കുന്നില്ലല്ലോ, പ്രസംഗം ഇങ്ങനെ പറയുന്നതല്ലേ ആളുകൾ കേൾക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ 6 ലക്ഷം കോടി കടമാകാമായിരുന്നു. ഇപ്പം ഡോക്ടർ മേരി ജോർജ് ഉണ്ട്, നമ്മുടെ അവർ റിട്ടയർഡ് പ്രൊഫസറാണ്. അവരാണ് സാധാരണ UDFന് വേണ്ടി പണ്ഡിത്യം പറയാൻ വരുന്നത്. അവരെപ്പോഴും 6 ലക്ഷം കോടി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനമുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 25, 30, 40 വർഷത്തെ കണക്കുകൾ നിങ്ങൾ നോക്കിയാൽ ഓരോ സർക്കാരിൻ്റെ 5 വർഷം നോക്കുമ്പോൾ കടം വർദ്ധിച്ചിട്ടുള്ളത് ഒന്നുകിൽ 90% അല്ലെങ്കിൽ 100%, 102% വരെ വർദ്ധിച്ച സമയമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ 5 വർഷം കൊണ്ട് 6 ലക്ഷം ആവണം കോടി. ഞാൻ കണക്ക് നോക്കി, കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. കണക്കുകളൊക്കെ നമ്മൾ പറഞ്ഞാലും ഇത് ആളുകളെപ്പോഴും അതുപോലെ തന്നെ ശ്രദ്ധിക്കണമെന്നില്ല. VS ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷം, ആ ഗവൺമെൻറ് കഴിഞ്ഞപ്പോൾ 2011 80,000 കോടിക്കടുത്തായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ആ കടം. 5 വർഷം ഉമ്മൻചാണ്ടി ഭരിച്ചു കഴിഞ്ഞപ്പം അത് 1,56,000 കോടിയായി. ഏകദേശം ഇരട്ടിക്കടത്തോ 90% ആണല്ലോ. 80,000 എന്നുള്ള 1,60,000 ആകുമ്പോൾ 100% ഇരട്ടിയായി. 1,56,000 ആയിരുന്നു. 1,56,000 കോടിയിൽ നിന്ന് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായ 1ാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 1,56,000 ആയിരുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ കാലം അവസാനിച്ചപ്പം 2,96,000 ആയി. ആ ഗവൺമെൻറ്റിന് ചില പരിമിതികളുണ്ടായിരുന്നു, കോവിഡും പ്രളയമൊക്കെ വന്ന അപ്പോഴാണ്. അപ്പോൾ GSDPയുടെ കേരളത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 5% വരെ കടമെടുക്കാൻ അനുവാദം കൊടുത്തു. അതുകൊണ്ട് കടം കൂടുതലെടുക്കേണ്ടി വന്നു. ഈ കോവിഡ് ആയതുകൊണ്ടാണ്, സാമ്പത്തിക തകർച്ച ഉള്ളതുകൊണ്ട്. എന്നിട്ട് പോലും 2,96,000 എന്ന നിലയിലെത്തി. എന്ന് പറഞ്ഞാൽ 92% വർദ്ധിച്ചു. ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ 2,96,000 5 വർഷം കഴിയുമ്പോൾ എത്ര ആവണം? അതിൻ്റെ ഇരട്ടി ആവണ്ടേ? 5,80,000 ആവണ്ടേ? 5,84,000 ആവണ്ടേ? ഇത് പ്രതീക്ഷിച്ചാണ് ഇവർ 6 ലക്ഷം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ പ്രാഥമിക കണക്കനുസരിച്ച് 4,80,000 കോടിയേ ഉള്ളൂ. ഈ വർഷം അവസാനിക്കുന്ന കണക്കാണ് ഇവരുടെ ധവളപത്രത്തിൽ വന്നേക്കുന്നത്. ഒരു 6ാം വർഷം അപ്പോഴാണ് 5,07,000. അപ്പം തന്നെ കടം വല്ലാത്ത കടമല്ല എന്നുള്ളത് വന്നു. ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന നിങ്ങൾക്ക് കടമെടുക്കാവുന്നൊരു പരമാവധി തുകയുണ്ട് ശതമാനം. കേരളത്തിൻ്റെ ആ കടം ഓരോ വർഷവും എടുക്കാവുന്ന നമ്മുടെ മുഴുവൻ സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനം 14 ലക്ഷം കോടി മറ്റോ ഇപ്പോൾ GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതിൻ്റെ 3.5% എടുക്കുക. ഇപ്പോൾ ആകെ കടം കേരളത്തിൻ്റെ GSDPയുടെ 33% ആവാവുള്ളൂ. കേരളത്തിന് എത്ര ഉണ്ട്? ഈ പറഞ്ഞ കണക്കനുസരിച്ച് 33.6% ഉണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിന് 54% ഉണ്ട് കേട്ടോ. ഇന്ത്യ ഗവൺമെൻറ്റിന് 33 ആവാവുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ്റിന് 54% ഉണ്ട്. അപ്പോൾ കടത്തിൻ്റെ പെർസെൻറ്റേജ് വർദ്ധിച്ചിട്ടില്ല. പിന്നെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനം? അതൊരു പുകമറ ഉണ്ടാക്കാനാണ്. ഈ കടത്തിനകത്ത് തന്നെ വേറൊരു കാര്യമുണ്ട്. കടത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് പബ്ലിക് ഡെറ്റ്, സർക്കാർ നേരിട്ടെടുത്തേക്കുന്ന കടമുണ്ട്. പിന്നെ ഈ സർക്കാരിൻ്റെ ബാധ്യതയുണ്ട്. ഇപ്പോൾ ട്രഷറിയിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റ് കിടക്കുന്നു. റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുടെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ട്രഷറി കിടക്കുന്ന പണം സർക്കാരിന് കൊടുക്കേണ്ട ബാധ്യതയുള്ളതാണ്. പക്ഷെ അത് കടമെടുത്തതല്ല. കടമെടുത്തത് ഏകദേശം 3.5 ലക്ഷം കോടിയുടെ അടുത്തേ ഉള്ളൂ. ബാക്കി 3,47,000 കോടി മാത്രമേ ഉള്ളൂ സർക്കാർ എടുത്തേക്കുന്ന കടം. ബാക്കി മുഴുവൻ ട്രഷറി കിടക്കുന്നതും ഈ സ്റ്റേറ്റ് ഇൻഷുറൻസിൽ ചേർന്ന് അങ്ങനെയൊക്കെയുള്ള കുറേ പണം വരുമല്ലോ, സർക്കാരിന് കൈ കിടക്കുന്നൊരു സർക്കാരിന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ലയബിലിറ്റി. ഞാൻ കടത്തിൻ്റെ കാര്യം പറഞ്ഞു. എന്തായാലും ഇവർ കൊണ്ടുവന്ന കടത്തിൻ്റെ കണക്കനുസരിച്ച് കടം വർദ്ധിച്ചിട്ടില്ല, 5 ലക്ഷം കോടിയുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കുകളിൽ ഏറ്റവും അധികം കടമുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യ ആ 10-28 സംസ്ഥാനങ്ങളുടെ കണക്കെടുന്നതിനകത്ത് നമ്മളെക്കാളും അധികം 10-18 സംസ്ഥാനങ്ങൾ നമ്മളെക്കാളും കടമുള്ളതാണ്. അപ്പോൾ ആ തരത്തിലും കടത്തിൻ്റെ കാര്യമില്ല. കടം ഞാൻ പറയുന്നത് കടമാണെന്ന് പറയുന്നത് ശരിയല്ല. പിന്നെന്താ നോക്കാവുന്ന കാര്യം?
സംസ്ഥാനത്തിൻ്റെ വേറൊരു കാര്യം കൂടി ഇവരുടെ ധവളപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. 5,07,000 കോടി രൂപ ആണ് ആകെ കടം. 48,000 രൂപ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഈ കണക്ക് പറയുന്നത് ഒട്ടും നല്ല സമയമായിട്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് AC ഹാളിൽ. എന്നാലും മറുപടി ഒത്തിരി പറഞ്ഞിട്ടുള്ളതുകൊണ്ട്, പറയേണ്ടി വന്നതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എപ്പോഴും VD സതീശൻ മതി, നിങ്ങൾ 1,00,000 കോടി രൂപ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കും അവരുടെ DA കുടിശ്ശികയും പെൻഷൻ കുടിശ്ശികയും കൊടുക്കാനില്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. വലിയ വാചാലമായി സംസാരിക്കുന്ന ആളാണല്ലോ സതീശൻ. ഇതുകൂടാതെ മരുന്നിന് കൊടുക്കാനും മറ്റതിന് കൊടുക്കാനൊക്കെ 25,000 കോടിയില്ലേ? 1,50,000 കോടി ഉണ്ടെന്ന് സഭയെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാക്ഷാൽ KM ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ പരിശോധിച്ചപ്പം ആകെ 48,000 കോടിയേ ഉള്ളൂ. അവർ കണക്ക് കൂട്ടിയെടുത്തിട്ട് 48,000 ഉള്ളൂ. 3-1. ഈ കള്ളമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ള ഞാൻ പറഞ്ഞത്. 48,000 കോടിയേ ഉള്ളൂ. അതിൽ നമ്മൾ പറഞ്ഞ 35,000-ഓളം കോടി DADR കുടിശ്ശികയുണ്ട്. ബാക്കി എന്തുവാ? ബിൽ ഡിസ്കൗണ്ടിങ്, മരുന്നിന് 3 മാസം കഴിഞ്ഞ് കൊടുക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് സാധാരണ കൊടുക്കുന്നത്? അപ്പോൾ കടത്തിൻ്റെ ആ വലിയ ഭീമാകാരമായ തുക ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് അടിസ്ഥാനമില്ല. രണ്ടാമതൊരു സംസ്ഥാനം, നമ്മുടെ സംസ്ഥാനമാണല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെ പറ്റി നമുക്ക് നല്ല ധാരണ വേണ്ടേ? നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തികമായിട്ട് വല്ലാത്ത തകർച്ചയാണോ? ഞാനൊരു കാര്യം പറയാം. കോവിഡ് കഴിഞ്ഞ 3 വർഷക്കാലം നമ്മൾ ഖജനാവ് അടച്ചുപൂട്ടും. ഇപ്പം MLA-മാരായിരുന്നവരൊക്കെ ഖജനാവ് അടച്ചുപൂട്ടുമെന്ന് നമ്മൾ ഭയന്ന സമയമാണ്. കാര്യം അത്രയ്ക്ക് വരുമാനം കുറഞ്ഞു. കേന്ദ്രം കൂടെ പണം വെട്ടിക്കുറച്ചു. അപ്പം അത് ആ 3 വർഷം അതിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ധനകാര്യമന്ത്രിയായ 1-ാമത്തെ വർഷം നമ്മൾ ചെലവാക്കിയത് 1,63,000 കോടിയാണ്. 2-ാമത്തെ വർഷം 1,60,000 കോടി ചെലവാക്കാൻ പറ്റുള്ളൂ. 3-ാമത്തെ വർഷം 1,60,000. ഇതിനകത്ത് 10,000 കോടിയുടെ വ്യത്യാസം വരും. 3,60,000 കോടി. ഏതെങ്കിലും ഒരു സ്ഥലത്ത് 3 വർഷം ഒരേ ചെലവാണെങ്കിൽ അതിനർത്ഥം എന്തുവാ? സ്റ്റാഗ്നേഷൻ എന്നാണ്, ഇല്ലേ? പണപ്പെരുപ്പം അനുസരിച്ച് തന്നെ കൂടണ്ടേ? ബഡ്ജറ്റ് രേഖകളുള്ളതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിത് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. എന്താ കാര്യം? നമ്മുടെ വരുമാനം വർദ്ധിച്ചു എന്നുള്ള സത്യം. പക്ഷെ കേന്ദ്രത്തിൽ നിന്ന് തന്നുകൊണ്ടിരുന്ന പണം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടു. വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 12,000 കോടി ഈ GST നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ടാക്സിൻ്റെ കാര്യത്തിൽ വലിയ കുറവ് വന്നു. അതിന് കിട്ടിക്കൊണ്ടിരുന്ന കോമ്പൻസേഷൻ ആ 2022 മുതൽ ഇല്ലാതായി. 12,000 കോടി കുറഞ്ഞു. സെൻട്രിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ടാക്സിൻ്റെ വിഹിതം കുറഞ്ഞു. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 8,000 കോടിയോളം അത് കുറഞ്ഞു. കടമെടുക്കുന്ന കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്ത കടം മൊത്തം സംസ്ഥാനത്തിൻ്റെ കടത്തിനകത്ത് പെടുത്തിയത്. നേരത്തെ അത് സംസ്ഥാനത്തിൻ്റെ കടത്തിനകത്ത് പെടുത്തില്ലായിരുന്നു. പ്രത്യേകമായിട്ട് കമ്പനിയുടെ കടമായിട്ട് വെച്ചിരുന്നു. അതും കുറഞ്ഞു. ഇതെല്ലാം കൂടെ കുറഞ്ഞു വന്നപ്പോൾ നമുക്ക് ചിലവാക്കാൻ പണമില്ല. പിന്നെ നമ്മളെങ്ങനെ പിടിച്ചു തന്നെ നമ്മുടെ വരുമാനം വർദ്ധിച്ചു. നമുക്ക് 47,000 കോടിയും പിന്നെ നോൺ ടാക്സ് എന്ന് പറയും, പിന്നെ നികുതിതരമായിട്ട് 54,000 കോടി കിട്ടിയിരുന്നത് 1,00,000 കോടിയായിട്ട് ഇപ്പോൾ ഈ വർഷം 1,04,000 കോടിയായിട്ട് ഈ വർഷം വർദ്ധിച്ചിട്ടുണ്ട്. അത്രയും വർദ്ധിച്ചു വന്നതാണ് നമ്മൾ പിടിച്ചേക്കാൻ കാരണം. ആദ്യത്തെ 3 വർഷം 1,60,000 കോടി മാത്രം ചെലവാക്കാൻ കഴിഞ്ഞ് നമ്മൾ 4-ാമത്തെ വർഷം 1,73,000 കോടി ചെലവാക്കി. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ചെറിയൊരു ടേക്ക് ഓഫ് ആണ്, നമ്മൾ മുന്നോട്ട് പോകണം. 5-ാം വർഷം നമ്മുടെ ഗവൺമെന്റിന്റെ 5-ാം വർഷം 1,93,000 കോടി ചെലവാക്കി. ആയിരക്കണക്കിന് കോടിയാ. ഇപ്പോ ധവളപത്രത്തിൽ ഇവർ പറഞ്ഞെന്താ? നമ്മൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വണം കൂട്ടി വെച്ചിരിക്കുകയാണ്. 2,39,000 കോടിയുടെ ബഡ്ജറ്റായിരുന്നു ഞാൻ അവതരിപ്പിച്ചത്. അതിനകത്ത് കേന്ദ്രം തരുന്ന ചില പൈസ പ്രതീക്ഷിച്ച് പക്ഷേ തരുന്നില്ല. 20,000 കോടി നമ്മൾ പ്രതീക്ഷിച്ചത് തരുന്നില്ല എന്ന് പറഞ്ഞൊരു കണക്ക് പറഞ്ഞായിരുന്നു അവർ. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്നൊരു ഗ്രാൻഡ് ഉണ്ട്, അത് പ്രാവശ്യം തരുന്നില്ല. എന്നിട്ടെല്ലാം വെട്ടിക്കുറച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു പരിശോധന നടക്കുമ്പോൾ എല്ലാം വെട്ടിക്കുറച്ചിട്ട് കേരളത്തിന് ആക്ച്വൽ ബഡ്ജറ്റ് 2,27,000 ചില്ലുവാനം കോടിയേ ഉള്ളൂ എന്നൊരു കണക്കുകൾ വെച്ചു. 2,27,756 കോടി രൂപയാണ് ഇപ്പോൾ അവർ അംഗീകരിച്ച ബഡ്ജറ്റ്. ഇത് എല്ലാം കട്ട് ചെയ്തതിന് ശേഷമാണ്. ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് 1,97,000 കോടിയാണ്. കഴിഞ്ഞ വർഷത്തെ ചെലവാക്കിയത് 1,93,000 കോടിയാണ്. 1,97,000 കോടിയിൽ നിന്നും 2,27,000 കോടി എന്ന് പറഞ്ഞാൽ എത്ര? 30,000 കോടിയുടെ വർധനയല്ലേ? ആണോ? 30,000 കോടിയുടെ വർധനയല്ലേ? എന്ന് പറഞ്ഞാൽ 15% വർദ്ധിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7% താഴെ ഉള്ളൂ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7% താഴെ ഉള്ളൂ. അപ്പോൾ ഇവർ കൊണ്ടുവന്ന പണ്ഡിതന്മാര്, ധവളപത്ര പണ്ഡിതന്മാര് കണക്കാക്കിയ എല്ലാ പിടുത്തം കഴിഞ്ഞിട്ടും
ഇടതുപക്ഷ മുന്നണിയുടെ സാമ്പത്തിക രംഗത്തെ വളർച്ച കാരണം 15% എന്ന് പറഞ്ഞാൽ 30,000 കോടിയും കൂടി അധികം ബഡ്ജറ്റ് വെക്കാമെന്ന ഇപ്പൊ സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ജമ്പ് സാധാരണ ഉണ്ടായിട്ടില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം 16ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് കണക്ക് അവതരിപ്പിച്ച് അവർ അംഗീകരിച്ച 10,000 കോടി നമ്മുടെ വാർഷിക വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെയാണ് ഈ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 1,00,000 രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് അടുത്ത വർഷം 1,15,000 20,000 രൂപ സാധാരണ കിട്ടത്തില്ല. ആ വർധനേക്കാളും വലിയ വർധനയാണ്. അപ്പോൾ ഈ 2-3 കാര്യം, കടം വർദ്ധിച്ചിട്ടില്ല, വരുമാനം വർദ്ധിച്ചു. ഞാൻ പറഞ്ഞു ഈ 54,000 കോടിയിൽ നിന്നും 1,04,000 കോടിയായിട്ട് നമ്മുടെ വരുമാനം വർദ്ധിച്ചു. നമ്മൾ അടുത്ത വർഷത്തേക്ക് ആക്ച്വൽ ഈ 3 വർഷമായിട്ട് ഇടയ്ക്കങ്ങ് താഴെ പോയതാണ്. അന്ന് ഖജനാവ് കൂട്ടിപ്പോയില്ലെന്നേ ഉള്ളൂ. ഈ 3 വർഷക്കാലം എന്നോട് ഇത്രയും കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാത്ത MLA-മാരില്ല, ആളുകളില്ല. നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? ഇത് 3 വർഷക്കാലം ഒരേ തുകയുള്ളൂ, വേറെ തുകയില്ല. പക്ഷെ 4ാം വർഷവും 5ാം വർഷവും നമ്മൾ കൂടുതൽ കൊടുത്തു തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കറിയാം ഇതിനേക്കാളും നന്നായി പോകാൻ പറ്റും. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് അതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ട് വന്ന കാലത്ത് ഇവർ പറയുന്ന ധവളപത്രത്തിനകത്ത് അടിസ്ഥാനമില്ല. ഞാനിത് പറഞ്ഞത് ധവളപത്രത്തിന്റെ ഭാഗമായി വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ധവളപത്രം എന്തിനാണ് ഇങ്ങനെ അവതരിപ്പിച്ചത്? ധവളപത്രം അവതരിപ്പിച്ചൊരു ഉദ്ദേശമുണ്ട്. ധവളപത്രത്തിന്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തുമായി പറഞ്ഞേക്കുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ ഭരണപരമായ സ്വഭാവത്തിൽ മാറ്റം അവർ പ്രഖ്യാപിച്ചു. ഒന്നാമത്തെ കാര്യം, വൈദ്യുതി സ്വകാര്യവൽക്കരിക്കണമെന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു 10-15 പേജിനകത്തുണ്ട് വൈദ്യുതി സ്വകാര്യവൽക്കരിക്കണമെന്ന് പറഞ്ഞാൽ വൈദ്യുതി ബോർഡ് അടക്കമുള്ളത് സ്വകാര്യവൽക്കരിക്കണം എന്നാണ്. രണ്ടാമത് അവർ പറഞ്ഞു നിങ്ങൾക്ക് കടലുണ്ട്, കായലുണ്ട്, ഇഷ്ടംപോലെ സ്വത്തുണ്ട്, അത് ഒരു കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കുമെന്ന് പറഞ്ഞു. ധവളപത്രത്തിൽ പറഞ്ഞതാണ്, ബഡ്ജറ്റ് ബാക്കി പറഞ്ഞു വേറെ. കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കുമെന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് കേരളത്തെ ഒരു സിവിൽ ഏവിയേഷൻ വിമാനത്താവളങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആക്കുമെന്ന് പറഞ്ഞു. നാലാമത്തെ പറഞ്ഞത് കേരളത്തിൻ്റെ അതിസമ്പന്നമായ ധാതു വിഭവങ്ങൾ, പ്രത്യേകിച്ച് കരിമണൽ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഈ 4 കാര്യങ്ങൾ. അതിനിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യം ഇത്ര ഇല്ലെന്നും അവരുടെ നമ്പർ കുറയ്ക്കാനും മറ്റു കാര്യങ്ങളൊക്കെ കൂടി ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യം പറഞ്ഞതാ ധവളപത്രത്തിൽ. ഈ ധവളപത്രത്തിന്റെ അർത്ഥം എന്താ? ഈ ധവളപത്രത്തിന്റെ അർത്ഥം കേരളത്തിനകത്ത് നിലവിലുള്ള സമ്പ്രദായങ്ങൾ മാറ്റണമെന്ന് തന്നെയാണ്. അതിനകത്ത് ഓരോന്നോരോന്ന് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ പിന്നീട് ബഡ്ജറ്റിൽ പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അടിസ്ഥാനപരമായി അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് സാമ്പത്തിക രംഗത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയില്ല എന്നുള്ളത് വ്യക്തമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് ശരാശരി ഒരു വർഷം ചെലവാക്കിയതിനേക്കാളും നല്ല വർധനയുണ്ട് ഒന്നാം പിണറായി സർക്കാർ. ഒരു വർഷം 1,17,000 കോടി വെച്ച് നമ്മൾ അന്നത്തെ സർക്കാർ ചെലവാക്കി. ഒരു വർഷം 1,17,000. രണ്ടാം പിണറായി സർക്കാർ ആദ്യത്തെ 3 വർഷം ഈ പിടുത്തം ഉണ്ടായിട്ടും നമ്മൾ 1,70,000 കോടിയാണ് ശരാശരി ഒരു വർഷം ചെലവാക്കിയത്. പണം ചെലവ് കുറയ്ക്കുകയല്ല ചെയ്തത്, മുന്നോട്ടാണ് വന്നത്. ഇനിയത്തെ കണക്കനുസരിച്ച്, എൻ്റെ ഒരു കണക്കനുസരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയാണ് ധനകാര്യ രംഗം പോകുന്നതെങ്കിൽ ഇപ്പോൾ 1,93,000 നിന്നും 3 ലക്ഷം കോടിയിലേക്ക് നമ്മുടെ വാർഷിക ചെലവ് 5 വർഷം കൊണ്ടെത്തും. അപ്പൊ അങ്ങനെ ഒരു ഗ്രോത്തിന്റെ വളർച്ചയുടെ പാതയല്ല ഇത്. വെറുതെ വളർച്ചയുടെ പാത പറഞ്ഞതല്ല. 1,70,000 കോടി ചെലവാക്കിയെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഞാനിവിടെ കാസർഗോഡ് കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് കുറെ പരിപാടിക്ക് വന്നപ്പോൾ ഏതെങ്കിലും റോഡ് BMBC ഇല്ലാത്ത വലിയ റോഡില്ലാത്തതുണ്ടോ? അപൂർവമായിട്ട് വേണമെങ്കിൽ എടുത്ത് 1-2 കാണുമായിരിക്കും. പക്ഷെ പൊതുവിൽ നോക്കി അങ്ങ് കിഴക്കൻ മേഖലയിലെ പടിഞ്ഞാറൻ മേഖല ഏത് സ്ഥലത്താ NH ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. NHന്റെ പണി പൂർത്തിയാകാറുണ്ട്. 6,000 കോടി 5,800 ചില്ലാനം കോടി നമ്മൾ കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഈ നാഷണൽ ഹൈവേ പൂർത്തിയായത്. കാരണം വേറൊരു സ്റ്റേറ്റിന് അത് കൊടുക്കണ്ട, നമ്മൾ മാത്രമേ കൊടുത്തുള്ളൂ. അത് നമ്മുടെ കടപരിധിപ്പെടുത്തരുതെന്ന് പോയി പലതവണ റിക്വസ്റ്റ് ചെയ്തു, അതുപോലെ സമ്മതിച്ചില്ല. ഈ റോഡ് വിഴിഞ്ഞം തുറമുഖം ഇന്നിപ്പോൾ വലിയ വിവാദമാണല്ലോ. ആ വിഴിഞ്ഞം തുറമുഖം ലോകത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നാണ്. അതിന്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്കറിയാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുമ്പം കാസർഗോഡ് തീരത്തിൻ്റെയോ കൊല്ലം തീരത്തിൻ്റെയോ ആലപ്പുഴ എറണാകുളം കൊച്ചി തീരത്തിൻ്റെ പ്രത്യേകതയല്ല വിഴിഞ്ഞത്തിനുള്ളൂ. വിഴിഞ്ഞത്ത് അന്തർദേശീയ ചരക്ക് ഗതാഗത പാതയിൽ നിന്നും 10 കിലോമീറ്ററേ ഉള്ളൂ തുറമുഖത്തിൻ്റെ ദൂരം. അവിടെ ഏറ്റവും ആഴം നാച്ചുറലായി
ആഴമുള്ള സ്ഥലമാണ്. സൈഡിൽ പാറക്കെട്ടുകളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഡ്രഡ്ജ് ചെയ്യേണ്ട ലോകത്തെ ഏറ്റവും വലിയ കപ്പലെടുക്കാവുന്ന തുറമുഖമാണ്. ആ തുറമുഖം നിർമ്മാണം തുടങ്ങി പൂർത്തീകരിച്ചത് ഈ സർക്കാരാണ്. ആദ്യമേയൊക്കെ അഗ്രിമെന്റ് ഒക്കെ വെച്ചിരുന്നു. പണ്ട് നായനാരുടെ കാലത്ത് തുടങ്ങിയതാണ്. VS-ന്റെ കാലത്ത് കുറെ ടെൻഡർ ചെയ്തു. അതിനുശേഷം ഉമ്മൻചാണ്ടി സമയത്ത് കരാർ വെച്ചു. ഒന്നാമത് ഗവൺമെന്റ് സമയത്ത് തുടങ്ങിയെങ്കിലും കോവിഡ് കാരണം മുന്നോട്ട് പോയില്ല. അതിന്റെ 90% എക്സ്പെൻഡിച്ചർ നടത്തിയത് ഈ രണ്ടാം പിണറായി സർക്കാരാണ്. ഒരൊറ്റ രൂപ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരൊറ്റ രൂപ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അതിനായിട്ട് ഏതെങ്കിലും തരത്തിൽ വന്നില്ല. അവസാനം കുറച്ച് കടം ആയിട്ട് കുറച്ച് പണം തന്നല്ല, ഒരു പണം കിട്ടിയിട്ടില്ല. വേൾഡ് ബാങ്കിന്റെയോ വേറെയോ കിഫ്ബിയോ ഒന്നും നമ്മൾ ലോൺ എടുത്തിട്ടില്ല. ഈ പിടിച്ച് ധനകാര്യ വകുപ്പിന്റെ മറ്റു സോഴ്സിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ആകെ 8,000 കോടി രൂപ ചെലവായതിൽ 5,000 ചില്ലാനും കോടി, ഏകദേശം 2/3 ഭാഗവും സംസ്ഥാന ഗവൺമെന്റ് ചെലവാക്കിയതാണ്. ആ ചെലവാക്കിയിട്ടാണ് ആ തുറമുഖം റെക്കോർഡ് സമയത്തിനകത്ത് വന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നേട്ടമാണ്. ഏറ്റവും കൂടുതൽ ഈ പണം അതിൽ മാറ്റിവെക്കാതിരുന്നില്ല നമ്മള്. ആ തുറമുഖം വന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്യുമ്പോൾ ഉള്ള ചെലവുകളല്ല, അത് കേരളത്തിൽ വന്നു. അപ്പൊ എല്ലാ സ്ഥലത്തും നോക്കുക, റോഡുകള്, സ്കൂളുകള്, ആശുപത്രികള്. ഇപ്പൊ ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആശുപത്രി സംബന്ധിച്ചുള്ള പരാതികൾ ഇപ്പോൾ ഉണ്ടോ? ഇനിയും പരാതികൾ ചെറുത് കാണും. പക്ഷെ ഇപ്പൊ അതേ സ്ഥിതിയാണോ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ? കേരളത്തിൽ 10 മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി ഉമ്മൻചാണ്ടി. പക്ഷെ 10 മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി, ഉദ്ഘാടനമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടാണ് വിമാനം ഉദ്ഘാടനം ചെയ്തതായിട്ടെന്ന് ഞാനൊരു വെറുതെ പറയുന്ന കാര്യമല്ല. ഹെലികോപ്റ്റർ അല്ല, ചെറിയ എന്തോ സെസ്ന എന്നൊക്കെ പറയുന്ന ചെറിയൊരു വിമാനം, മിലിറ്ററി വിമാനം. ഈ വളരെ ചെറിയ ഒരു സാധനം, ഒരു 500 മീറ്റർ നീളം മതി പിന്നെ റൺവേക്ക്. ആ വിമാനത്താവളം അടക്കം എല്ലാം അതിനും ഓരോ മാസവും പണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണൂർ എയർപോർട്ട്. കാരണം അതിപ്പോ ലാഭം ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ ഓരോ മേഖലയിലും ആ മാറ്റം ഉണ്ടാക്കിയ ഗവൺമെന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസ ചെലവാക്കേണ്ടി വന്നത്. ആ പൈസ ചെലവാക്കി ഒന്നിനും പുറകോട്ട് പോയില്ല, കേന്ദ്രം തരാതിരുന്നിട്ടും. സർക്കാർ ജീവനക്കാരുടെ DA-യും DR-ഉം മാത്രം ഉണ്ടെന്ന് പറഞ്ഞത് ശമ്പള കമ്മീഷൻ വെച്ചത് അവസാനമാണ്. ശമ്പള കമ്മീഷൻ വെക്കുമ്പോൾ അതിനൊപ്പം മുഴുവൻ പെൻഡിങ് DA-യും DR-ഉം കൊടുത്തു കഴിഞ്ഞു. ഇനി കിട്ടാനുള്ളത് ഫിറ്റ്മെന്റ് മാത്രമാണ്. ബാക്കി ശമ്പള കമ്മീഷൻ അവരിപ്പം ശമ്പള കമ്മീഷൻ തുടരുന്ന ലക്ഷണം കാണുന്നില്ല, അത് തുടരട്ടെ. പക്ഷെ ഫിറ്റ്മെന്റ് മാത്രമേ തന്നെയാണുള്ളൂ, ബാക്കിയല്ല അതിനകത്ത് വന്നു. DA DR കുടിശ്ശികയുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഞാൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് 13,000 കോടിയാണ് DA DR കുടിശ്ശികയ്ക്ക് വേണ്ടിയിട്ട് ഈ വർഷം കൊടുക്കാനുള്ളത് മാറ്റി വെച്ചിരുന്നത്. 13,000 കോടി 3 വർഷം കൊണ്ട് കൊടുത്തു തീർക്കത്തൊക്കെ ഇതില്ല. ഇത് കൃത്യമായ കണക്കാ വെച്ചേക്കുന്നുണ്ട് പറഞ്ഞു. കൃത്യമായ കണക്ക് വെച്ചിട്ടാണ് 13,000 കോടി വെച്ചിരുന്നത്. നിങ്ങൾ ആ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് അറിയാം, 96,000 കോടിയാണ് ശമ്പളവും പെൻഷനും ഹെഡിലും മാറ്റി വെച്ചേക്കുന്നത്. 83,000 താഴെ മതി കൊടുക്കാൻ, ബാക്കി മൊത്തം കുടിശ്ശിക. പക്ഷെ സർക്കാരിന്റെ ആകെ ചെലവിന്റെ 77% ശമ്പളവും ഇതുപോലെ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് ധവളപത്രത്തിൽ അവർ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അത് അവരുടെ സമീപനം. പക്ഷെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ വർഷവും ഈ ചെലവ് വർദ്ധിച്ച് കേരളത്തിന്, ഞാൻ രാജഗോപാലോട് ഇങ്ങോട്ട് പറയാറുണ്ട്, ഒരു 10 വർഷക്കാലത്തേക്ക് കേരളത്തിൽ ഒരു 70% റോഡുകളിലും ടാറിങ് പോലും നടത്തണ്ട, അത്രയ്ക്കും വൃത്തിയായി കിടക്കുക. അത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ ഖജനാവിൽ പണം ഇല്ലാന്ന് സാധാരണ പറയുമല്ലോ. 6,300 കോടി ഖജനാവിനകത്ത് ബാലൻസും ഉണ്ട്. ചില ആൾക്ക് പരാതിയുണ്ട്, 6,300 കൊടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ, ഞങ്ങൾക്ക് ഒരു DA കൂടെ തന്നുകൂടായിരുന്നോ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിൻ്റെ കണക്ക് ഞാൻ പറയാം. അതിനകത്ത് 2,000 ചില്ലാനും കോടി രൂപ പഞ്ചായത്തുകളുടെ അവസാന ഗഡു കൊടുക്കേണ്ടതാണ്. കൊടുക്കാൻ നമ്മൾ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ, പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു മാർച്ച് 20-നൊക്കെ അടുപ്പിച്ചേ കൊടുക്കും. പണം വരുന്നതനുസരിച്ച് അവസാനം കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തൊക്കെ ആയിരുന്നവരാണല്ലോ, എല്ലാ വർഷവും അവസാനത്തെ ഗഡു അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ അനുവാദം ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുമെന്ന് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. ഫിനാൻസ് സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷന്റെ അനുവാദം മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുക്കാൻ പറ്റില്ല, ആ അവസാനം ഗഡു. ആ പണമാണ് ഈ 6,300 ഒരു ഭാഗം. ഇനി ബാക്കി 4,000 തന്നിട്ട് വെക്കൂടെ? നിങ്ങൾക്ക് മാത്രം തന്നിട്ട് പോകാൻ പറ്റില്ല. കാരണം മാർച്ച് 31 ക്ലോസിംഗ് ബാലൻസ് അത്. ഏപ്രിൽ 9 ഇലക്ഷൻ. ശമ്പളം കൊടുക്കണം അടുത്ത മാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസത്തിനകം 10,000 കോടിയെങ്കിലും വേണം. അതിന് വേറെ വരും. എനിക്കറിയാം, ഈ ചർച്ച ഞാനും കേട്ടു. ഇത്രയും പൈസ വെച്ചിട്ട് എന്തിനാ ഇപ്പം മറ്റവർക്ക് സഹായം ഉണ്ടാക്കാനില്ലയോ, ആ സഹായം ഇങ്ങനെ പൈസ വെച്ചിട്ട് പോയേ എന്നുള്ള ചർച്ച ഉണ്ടെന്ന് എനിക്കും അറിയാം.
സർക്കാരിന് മാർച്ച് 31 നമ്മുടെ ബാലൻസ് ആണ് ഏറ്റവും പ്രധാനം. മാർച്ച് 31 കഴിഞ്ഞിട്ട് ഏപ്രിൽ 1 തൊട്ട് പുതിയ സാമ്പത്തിക വർഷമാണ്. പക്ഷെ അപകടകരമായ സ്ഥിതിയിലല്ല ഈ കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കാൻ നമ്മളത് വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കണക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ ഈ സാമ്പത്തിക കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വെറുതെ പറയാൻ പറ്റത്തില്ലല്ലോ. ഈ കണക്ക് കൃത്യമായിട്ട് ആ ബഡ്ജറ്റിനകത്തും തുകയിലുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ പണം അവിടെ ഉള്ള സ്ഥിതിയിൽ തന്നെയാണ് നമ്മുടെ വർഷം അവസാനിച്ചത്. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് മുന്നോട്ടോ. ഇപ്പൊ നിങ്ങൾ മനോരമ പത്രം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തു, ഒരു 2 ആഴ്ച മുമ്പ്. കോളടിച്ചു കേരളം എന്നാണ്. എന്താ, 6000 കോടി രൂപയാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മുടെ നികുതി വരുമാനം കൂടിയത്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടി. എന്നിട്ട് അവർ തന്നെ എഴുതിയിട്ടുണ്ട്, പുതിയ ഗവൺമെന്റിന്റെ നേട്ടമാണിതെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ, വന്നത് പഴയ ടാക്സാണ്. അപ്പൊ സാമ്പത്തിക രംഗത്ത് നമ്മൾ ടാക്സുകളൊന്നും കൂട്ടാൻ പറ്റില്ല നമുക്ക്, പക്ഷേ എഫക്റ്റീവ്നെസ് കൂട്ടാം. അങ്ങനെ നമ്മൾ നിരന്തരമായി നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഈ ജൂൺ മാസത്തെ കണക്ക് വന്നപ്പോഴും കഴിഞ്ഞ ജൂൺ മാസത്തെക്കാളും 300 കോടി അധികം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാമ്പത്തിക രംഗത്തൊരു മെച്ചം വന്നു. ഏത് ഗവൺമെന്റ് ആയാലും കേരളത്തിന്റെ എക്കണോമി മെച്ചപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു. നിങ്ങൾക്ക് നാട്ടിൻപുറത്തെയൊക്കെ മാറ്റങ്ങൾ അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ അവസാനിപ്പിച്ചിട്ടും ഇവർ പറയാൻ ശ്രമിച്ചത് മൊത്തം തകർന്നു. ഏതിനകത്താണ് ഇവർക്ക് കാണാനുള്ളത്? ആകെ ഞാൻ ഈ പറഞ്ഞ TADRന്റെ മാത്രമാണ്. പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി കൃത്യമായി പ്രവർത്തിക്കാത്തതിന്റെ പ്രശ്നം വന്നിട്ടുണ്ട്. അതും തുറന്നു പറയുന്നതിന് വഴിയില്ല. അത് എന്തുകൊണ്ടാണ് പറ്റാഞ്ഞ്? പഞ്ചായത്ത് വകുപ്പ്, തൊഴിൽ വകുപ്പ് നേരത്തെ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന പഞ്ചായത്ത് വകുപ്പ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇതിനാവശ്യമായ പേപ്പറുകളാകാത്തതുകൊണ്ട് 2 വർഷക്കാലം ഏകദേശം നിയമസഭയിലൊക്കെ ഇവരൊക്കെ സബ്മിഷനൊക്കെ കൊടുത്തുള്ളൂ. 2 വർഷക്കാലം പിരിവ് നടന്നില്ല. അവസാനം നമ്മൾ 500 കോടി രൂപ അതിന് പ്രത്യേകം കടമെടുത്ത് കൊടുത്തിട്ടാണ് 5 മാസത്തേലും കൊടുത്തു തീർത്തത്. പക്ഷെ ആ കുറച്ച് മാസത്തെ ഉണ്ട്. അത് കിട്ടാത്തതിന്റെ പ്രശ്നമൊന്നുമില്ല. അവരുടെ പ്രചരണം ഇങ്ങനെ നടത്തുന്ന ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ജൽജീവന്റെ ഉൾപ്പെടെ 8000 കോടി കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പൈസ സമയത്ത് തരാതിരുന്നിട്ട് പോലും അതും എടുത്ത് ആ പണം കൊടുത്തിട്ടാണ് ജൽജീവന്റെ കോൺട്രാക്ടർമാരുടെ ഒക്കെ പേയ്മെന്റ് മിക്കവാറും തീർത്തു എന്നാണ് കണക്കുകൾ. മിക്കവാറും തീർന്നു. ഇങ്ങനെയാണ് നമ്മുടെ ആ ഗവൺമെന്റ് പോയത്. പക്ഷെ ആ ഗവൺമെന്റ് ധനപരമായി വലിയ കുഴപ്പമാണ്. അതുകൊണ്ട് കേരളത്തിൽ പണം ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ വിറ്റേ പറ്റൂ എന്ന് ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. വി ഡി സതീശൻ നിയമസഭയിൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പറഞ്ഞത്, കേരളത്തിന്റെ ഖജനാവ് ഞങ്ങൾ നിറയ്ക്കും, ഒറ്റ പൈസ ടാക്സ് ഈടാക്കാതെ കേരളത്തിന്റെ ഖജനാവ് നിറയ്ക്കാനുള്ള വഴി ഞങ്ങൾക്ക് അറിയാം എന്നാണ്. നിറയ്ക്കാനുള്ള പണി ഇപ്പോൾ കേരളത്തിന്റെ ഖജനാവ് മാത്രമല്ല, ഇവരുടെ ഒക്കെ ഖജനാവ് നിറയ്ക്കാനുള്ള പണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുക. ഇതിനുള്ള ഒരു പ്രീ കർസർ, ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആയിരുന്നു ധവളപത്രം. അല്ലാതെ കണക്ക് നോക്കിയാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചും ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ ഏജൻസിയുടെ കണക്കനുസരിച്ചും കേരളം ഫിനാൻഷ്യലി പുറകോട്ടല്ല, ഇംപ്രൂവ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ജൂൺ മാസം 18-നോ 19-നോ 20-നോ മറ്റോ ഈ കേന്ദ്ര റിസർവ് ബാങ്ക് C&AG ഇറക്കിയ ഡിക്കേഡൽ 10 വർഷക്കാലത്തെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയുള്ള റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങൾ മാത്രമാണ് അവരുടെ റവന്യൂ വരുമാനത്തിന്റെ 60%-ലധികം നികുതി കൂടി ഉണ്ടാക്കുന്നത്. അതിനകത്ത് 4-ാം സ്ഥാനം കേരളത്തിലാണ്. ആകെയുള്ള വരുമാനത്തിന്റെ 60%-ലധികം, ആകെ നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 60%-ലധികം സ്വന്തമായ നികുതി കൂടെ കണ്ടെത്തുന്ന സംസ്ഥാനമായിട്ട് കേരളമുണ്ട് എന്ന് C&AG റിപ്പോർട്ടാണ്. ഈ 60% നമ്മൾ ഉണ്ടാക്കുമ്പം 30% മാത്രം ഉണ്ടാക്കുന്ന ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അവർക്ക് കേന്ദ്ര സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാണ് നിൽക്കുന്നത്. ഈ സാമ്പത്തിക സ്ഥിതി ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് സാമ്പത്തിക സ്ഥിതി എന്നിരിക്കെ നിരന്തരമായിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.